കിട്ടിനം പടം പറഞ്ഞാൽ സങ്കടം വന്ന് കരഞ്ഞു എന്ന് തന്നെ പറയാം. 2 പടം, വാഴ, നുണക്കുഴി. എന്റെ മനസ്സിൽ നുണക്കുഴിയാണ് ഉണ്ടായത്. കാരണം എന്താ വെച്ചാല് നമ്മളെ ജീത്തു ജോസഫിന്റെ പടം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രതീക്ഷിക്കുമല്ലോ. ഞാനും റിവ്യൂ റേറ്റിംഗ് എല്ലാം നോക്കിയിട്ട് തന്നെയാണ് പടത്തിൽ പോകുക. അതിൽ നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു 10ൽ 9 മാർക്കും കൊടുക്കാൻ പറ്റിയത് വാഴ. നുണക്കുഴിക്ക് ഞാനൊരു 7 മാർക്കേ കൊടുക്കും. ജീത്തു ജോസഫ് ആണ് സംവിധാനം ചെയ്തതെന്ന് പറയാത്ത രീതിയിൽ അത്ര ഒരു ക്ലാസ് ആയിരുന്നില്ല പടം. നുണക്കുഴി എന്നുള്ള പേര്, അതായത് ഫുള്ള് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് കോമഡി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ളൊരു പടമായിരുന്നു. പക്ഷെ എവിടെയല്ലോ കുറെ ആർട്ടിഫിഷ്യൽ കയറി വന്നു. ഡെപ്ത് ഇല്ലാത്ത പടം പോലെ ആയിപ്പോയി. ജസ്റ്റ് ചിരിക്കാ സ്റ്റാൻഡേർഡ് നോക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ചളി പോലെ ഇങ്ങനെ കള്ളം വെട്ടത്തിലെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഉണ്ടാക്കിയ പോലത്തെ ഒരു ചിരിയോളം എന്നുള്ള രീതിയിൽ പോയി കാണാൻ താല്പര്യമില്ലവർക്ക് നുണക്കുഴി കാണാം. എന്നാലും വാഴ ഒരിക്കലും മിസ്സാക്കരുത്. അത്ര വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഞാൻ പോയതെങ്കിലും കിടിലം പടം, നമുക്ക് ഒരിക്കലും മിസ്സാക്കണ്ട. തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെ. കിടിലം പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്ലോ ഉണ്ട് പടത്തിൽ. ഒരു തരത്തിലും ബോറടിപ്പിക്കാതെ ഇങ്ങനെ കൊണ്ടുപോയി